എനിക്കിവിടെ ഇഷ്ടപ്പെട്ടില്ല ബ്രോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ സിനിമയും മതവും കലർത്തിയ ഒരു ബിസിനസ് അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. ശ്രീരാമ അത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജയറാമിൻ്റെ റോൾ സാധാരണ പല സ്ഥലങ്ങളിലും പോയി മണ്ണുന്ന റോളാണ് ചെയ്യണത്. ഇത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റോൾ കിട്ടി. പെർഫോമൻസ് ബേസ് ഒക്കെ കൊള്ളാം. CGI വർക്കെല്ലാം വലിയ കുഴപ്പമില്ല, ചിലയിടത്തൊക്കെ മോശമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കൊള്ളായിരുന്നു. പടം നല്ല രീതിയിലുള്ള നല്ല പടം. തെലുങ്ക് പടം മലയാളത്തിൽ വരുമ്പോൾ അതിൻ്റെ ഡബിങ്ങും ബാക്കിയെല്ലാം നല്ല രീതിയിൽ. റഹ്മാനല്ല നല്ല ഹാറ്റിങ്. കുഴപ്പമില്ല, നമുക്ക് വൺ ടൈം വാച്ച് തിയേറ്ററിൽ വാച്ച് പറ്റുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ക്യാമറ വർക്ക് അടിപൊളി. കാരണം ആ ഹിമാലയത്തിൻ്റെ മേഖലയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ക്യാമറ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഗില്ല. ഡബ്ബിങ് നമുക്ക് വളരെ മോശമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഡബ്ബിങ് ലക്കി ഭാസ്കറൊക്കെ ചെയ്തതുപോലെ അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല, സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. തെലുങ്ക് വെർഷൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അത് ആ ഒരു കാറ്റഗറി ബേസിസിലൊക്കെ പടം കയറി നല്ല രീതിയിൽ കൊടുക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അടിപൊളി പടം തന്നെയാണ്. ഇവൻ ടയർ 3 ആക്ടറാണല്ലോ, ടയർ 1 കയറാനുള്ള ഐറ്റം എല്ലാം ഉണ്ട്, എല്ലാ രീതിയിലും. പിന്നെ ശ്രേയാ ശരൻ്റെ ജയറാമിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. എല്ലാവരുടെയും ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ട് വന്നു.